ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് ത്വാഹ 99 മുതലുള്ള വചനങ്ങളാണ് ഇന്ന് എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا من أعرض عنه فإنه يحمل يوم القيامة وزرا خالدين فيه وساء لهم يوم القيامة حملا. إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا من أعرض عنه فإنه يحمل يوم القيامة وزرا خالدين فيه وساء لهم يوم القيامة حملا. കഴിഞ്ഞ ആയത്തോടുകൂടി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അല്ലാഹു തആല അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവസാനം സാമിരിയോട് മൂസാ അലൈഹിസ്സലാം പറഞ്ഞതും സാമിരിക്ക് ദുനിയാവിൽ തന്നെ റബ്ബ് നിശ്ചയിച്ച ചില നിന്ദതകളും പരലോകത്ത് അതിലേറെ അവന് ശിക്ഷയുണ്ട് എന്നുള്ളതും, അതോടൊപ്പം സാമിരി കൊണ്ടുവന്ന അവൻ്റെ ഇലാഹ്, ആ ഇലാഹിനെ മൂസാ നബി അലൈഹിസ്സലാം തീയിലിട്ട് കരിച്ച് അതിനെ പൊടിച്ച് ആ പൊടി സമുദ്രത്തിലേക്ക് ഒഴുക്കിക്കളഞ്ഞുവെന്നും അതിൻ്റെ ഒരു ശേഷിപ്പ് പോലും ബാക്കിയില്ലാത്ത വിധം എന്നേക്കുമായി ആ ശിർക്കിൻ്റെ എല്ലാ അടയാളങ്ങളും എടുത്തൊഴിവാക്കി എന്നുള്ളതുമാണ് അവസാനം പറഞ്ഞ ആയത്തിലുള്ളത്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. ഈ പശുക്കുട്ടി അല്ല നിങ്ങളുടെ ഇലാഹ്, പകരം ഇന്നമാ ഇലാഹുക്കുമുല്ലാഹ്, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് അല്ലാഹുവാണ്. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, ആ റബ്ബാകുന്നു നിങ്ങളുടെ ഇലാഹ്. അതല്ലാതെ ഒരു പശുക്കുട്ടിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്ന വല്ലതും ഒന്നുമല്ല.
ആരാധ്യൻ, യഥാർത്ഥ സാക്ഷാൽ ആരാധ്യൻ ആരാണോ ആ ആരാധ്യനായ അല്ലാഹു ആകുന്നു നിങ്ങളുടെ ഇലാഹ്. വസിഅ കുല്ല ശൈഇൻ ഇൽമാ, വസിഅ കുല്ല ശൈഇൻ ഇൽമാ, എല്ലാ കാര്യത്തെക്കുറിച്ചും നന്നായി അറിയുന്നവനാകുന്നു അല്ലാഹു തആല. വസിഅ, അവൻ വിശാലമായിരിക്കുന്നു. അതെ, അവൻ മാത്രമാണ് ഇലാഹ്. അതിൻ്റെ ഇന്നമാ ഇലാഹുക്കുമുല്ലാഹ്, നിങ്ങളുടെ ഇലാഹ് അല്ലാഹു മാത്രമാണ്. വസിഅ, അവൻ വിശാലമായിരിക്കുന്നു, കുല്ല ശൈഇൻ, എല്ലാ കാര്യത്തിനെയും, ഇൽമൻ, അറിവിനാൽ. അല്ലാഹു അറിയാത്ത ഒന്നുമില്ല, അവൻ്റെ അറിവിനപ്പുറത്ത് ഇവിടെ ഒന്നും നടക്കുന്നുമില്ല. എല്ലാത്തിനെയും വലയം ചെയ്തറിയുന്ന, എല്ലാ കാര്യത്തെക്കുറിച്ച് നന്നായി അറിയുന്നവനായ അല്ലാഹ്, അവനാണ് സാക്ഷാൽ ആരാധ്യൻ, അവൻ മാത്രമാണ് നിങ്ങളുടെ ഇലാഹ് എന്ന് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും വചനങ്ങൾ അല്ലാഹു തആല മൂസാ നബിയുടെ കാര്യങ്ങളാണ് മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുത്തത്. ഈ സൂറയിൽ ഏതാണ്ട് ഇതിൻ്റെ പകുതി മുക്കാൽ ഭാഗവും മൂസാ നബിയുടെ ചരിത്രം തന്നെയായിരുന്നു. തുടക്കത്തിൽ ആദ്യ ഭാഗത്ത് തുടങ്ങിയതാണ് വഹൽ അതാക ഹദീസു മൂസ എന്ന 9-ാമത്തെ ആയത്ത് മുതൽ മൂസാ നബിയുടെ വർത്തമാനം നിനക്ക് കിട്ടില്ലയോ എന്ന് 9-ാമത്തെ ആയത്ത് തുടങ്ങി 99 വരെയുള്ള ഏതാണ്ട് 90ഓളം ആയത്തുകൾ മൂസാ നബിയുടെ ചരിത്രമാണ് അല്ലാഹു തആല ഈ സൂറത്തിൽ പറഞ്ഞത്. എന്നിട്ട് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? അതാണ് അടുത്ത വചനം. നബിയോടുള്ള പറയാണ്, കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ. കദാലിക, ഇപ്രകാരം, നഖുസ്സു അലൈക, ഖസ്സ യഖുസ്സുനൽ, വിവരിക്കുക, ഖസ്സ യഖുസ്സു, വിവരിക്കുക. കദാലിക നഖുസ്സു, ഇപ്രകാരം നാം വിവരിക്കുന്നു, അലൈക, നിനക്ക്, മിൻ അംബാഇ മാ ഖദ് സബഖ, മുമ്പ് കഴിഞ്ഞു പോയ വർത്തമാനങ്ങൾ, വാർത്തകൾ, ചരിത്രങ്ങൾ നിനക്ക് ഞാനിതാ ഇങ്ങനെ വിവരിച്ചു തരുന്നു. കദാലിക, ഇപ്രകാരം, നഖുസ്സു അലൈക, നിനക്ക് ഞാൻ വിവരിക്കുന്നു, മിൻ അംബാഇ മാ ഖദ് സബഖ, മുമ്പ് കഴിഞ്ഞു പോയ കഥകൾ, ചരിത്രങ്ങൾ ഒക്കെ നിനക്കിതാ വിവരിച്ച് തരുന്നു. വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റാ, വഖദ് ആതൈനാക, തീർച്ചയായും നിനക്ക് നാം നൽകിയിട്ടുമുണ്ട്, മിൻ ലദുന്നാ, നമ്മുടെ പക്കൽ നിന്ന്, ദിക്റാ, ദിക്ർ, ഉത്ബോധനം നാം നിനക്ക് നൽകിയിട്ടുമുണ്ട് എന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞകാല അമ്പിയാക്കളുടെ ചരിത്രങ്ങളെ നബിയെ താങ്കൾക്ക് നാം വിവരിച്ചു തരുന്നു. മൂസാ നബിയുടെ ചരിത്രം മുഹമ്മദ് നബിയുടെ ചരിത്രവുമായി ഏറെ സാമ്യതയുള്ള ചരിത്രം തന്നെയാണ്. ഒരുപാട് പുസ്തകവും പ്രയാസവും, തോഹ മക്കിയാണല്ലോ. അപ്പം നബിതങ്ങൾക്ക് ഏറ്റവും മർദ്ദനങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉള്ള ഘട്ടത്തിലാണ് അല്ലാഹു തആല സൂറത്ത് തോഹ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് എന്താണ് ഇങ്ങനെയൊക്കെ ഒരു വിഷമിക്കുന്നത് എന്ന് വിചാരിക്കേണ്ട. മുൻകാല പ്രവാചകന്മാരും ഇങ്ങനെ തന്നെയാണ്, അവരൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചവർ തന്നെയാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂസാ നബിയുടെ ചരിത്രം എന്ന് നബിതങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇവിടെ അല്ലാഹു തആല ഇതെല്ലാം എടുത്തു പോയത്. അതാണ് കദാലിക നഖുസ്സു അലൈക, ഇപ്രകാരം നിനക്ക് നാം വിവരിച്ചു തരും എന്ന് പറഞ്ഞതാണ്. നബിയുടെ മനസ്സൊന്ന് ഉറപ്പിക്കാൻ, നബിക്കൊരു ബോധ്യമുണ്ടാവാൻ തന്നെയാണ് അല്ലാഹു തആല ഈ നിലക്കുള്ള ചരിത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ സമാനമായ ഒരുപാട് വചനങ്ങൾ ഇതേ ആശയത്തിൽ കാണാൻ കഴിയും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്ന ഇത്തരം ഒരുപാട് അധ്യാപനങ്ങൾ അല്ലാഹു തആല പല സ്ഥലത്തും പറഞ്ഞു. നിനക്ക് ഇതുപോലുള്ള കഥകൾ പറഞ്ഞു ലിനുസബ്ബിത ബിഹി ഫുആദക, നിൻ്റെ മനസ്സിനൊരു സ്ഥൈര്യം കിട്ടാനാണ് എന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം ആയത്തുകൾ അല്ലാഹു തആല പറയുന്നത് നബിക്കൊരു ബോധ്യം, നബിക്കൊരു സ്ഥൈര്യം കിട്ടുവാൻ വേണ്ടിയാണ്. അതോടൊപ്പം വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റാ, നിനക്ക് നമ്മുടെ പക്കൽ നിന്ന് ദിക്ർ, ഉത്ബോധനം നാം നൽകുകയും ചെയ്തിരിക്കുന്നു. അഥവാ വിശുദ്ധ ഖുർആൻ മൂസാ നബിക്ക് അല്ലാഹു തൗറാത്ത് കൊടുത്തു, മുഹമ്മദ് നബിക്ക് ഇതാ ഉത്ബോധനമാകുന്ന ഖുർആൻ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ. മൻ അഅറള അൻഹു, വല്ലവനും അവഗണിക്കുന്നുവെങ്കിൽ, അഅറള, അവഗണിച്ചു, തിരിഞ്ഞു കളഞ്ഞു. മൻ അഅറള, വല്ലവനും അവഗണിച്ചു പോകുന്നുവെങ്കിൽ, അൻഹു, ഈ ദിക്റിനെ, ഖുർആനാകുന്ന
ഈ ഉത്ബോധനത്തെ വല്ലവനും അവഗണിക്കുന്നുവെങ്കിൽ ഫഇന്നഹു തീർച്ചയായും അവൻ യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ യഹ്മിലു അവൻ വഹിക്കും യൗമൽ ഖിയാമ അന്ത്യനാളിൽ വിസ്റ കുറ്റം പാപം അവൻ വഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും. എല്ലാവർക്കുമുള്ള ഉത്ബോധനമാണ് വിശുദ്ധ ഖുർആൻ. എല്ലാവർക്കും ലിതുൻദിറ ബിഹി ഉമ്മൽ ഖുറ വമൻ ഹൗലഹ ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ ഉമ്മുൽ ഖുറയും ചുറ്റുമുള്ളവർക്കും എന്ന് പറഞ്ഞു. അതേപോലെ ഹദാ ലികുല്ലക വലിഖൗമിക ഇത് നബിയെ താങ്കൾക്കും വഇന്നഹു ലദിക്റുല്ലക വലിഖൗമിക താങ്കൾക്കും താങ്കളുടെ ഖൗമിനുമുള്ള ദിക്റാണ് ഉത്ബോധനമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇത് എല്ലാവരും ഇത് കിട്ടിയവരെല്ലാം സ്വീകരിക്കൽ നിർബന്ധമാണ്. ഈ ഖുർആൻ എത്തിയ അത് കിട്ടിയ എല്ലാ മനുഷ്യർക്കും ഇത് സ്വീകരിക്കൽ ബാധ്യതയാണ്. അതിനാലാണ് മൻ അഅറള അൻഹു അതിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളയുന്നത്, ഈ ഉത്ബോധനം സ്വീകരിക്കാതെ ചെവി കൊടുക്കാതെ അവഗണിച്ച് തിരിഞ്ഞു പോകുന്നവർ ആരാണോ അവർക്ക് നാളെ പരലോകത്ത് ശിക്ഷയുണ്ട്. അതായത് ഖുർആൻ എത്തുകയും ഫലം യുഅ്മിൻ ബിഹി വലം യഅമൽ ബിമാ ഫീഹി ഇത് വിശ്വസിച്ചില്ല, അത് അമൽ ചെയ്യാനും തയ്യാറായില്ല എങ്കിൽ ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ വിസ്റ എന്നാൽ പാപഭാരം എന്നാണ്. സഖീൽ ഇസ്മുൻ സഖീൽ അതാണ് ശരിക്ക് വിസ്ർ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്വത്തിൽ തന്നെ വന്നുപോയതാണ്. ഇസ്മുൻ അലീം ഹിംലുൻ സഖീൽ എന്നൊക്കെയാണ് വിസ്റിന് അർത്ഥം കൊടുക്കാറുള്ളത്. വലിയ വമ്പിച്ച പാപഭാരം അവൻ വഹിക്കേണ്ടി വരും എന്നാണ്. മാത്രവുമല്ല ഖാലിദീന ഫീഹി ഖാലിദീന നിത്യവാസികളായ നിലയിൽ ശാശ്വതരായ നിലയിൽ ഫീഹി ആ വിസ്റിൽ ആ പാപഭാരത്തിൽ അതിൻ്റെ പ്രതിഫലത്തിൽ അവർ ശാശ്വതരായിരിക്കും, നിത്യവാസികളായിരിക്കും. വസാഅലഹും യൗമൽ ഖിയാമത്തി ഹിംല വസാഅലഹും അവർക്ക് എത്ര മോശമാണ് യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ ഹിംലൻ ഭാരത്തിനാൽ അഥവാ അവർ വഹിക്കേണ്ടി വരുന്ന ആ ഭാരം അവർക്ക് ഇതിൻ്റെ അനന്തരഫലമായി അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഭാരം അതെത്രമാത്രം മോശമായ ഒരു ഭാരമാകുന്നു. ആ ഭാരം വഹിച്ചുകൊണ്ട് ശാശ്വതരായി അവർക്കവിടെ കഴിഞ്ഞുകൂടേണ്ടി വരും എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഉത്ബോധനം റബ്ബ് അവതരിപ്പിച്ച ഈ ഉത്ബോധനം അത് എല്ലാവരും സ്വീകരിച്ചേ പറ്റൂ, അത് അംഗീകരിച്ചേ പറ്റൂ. അല്ല മൂസാ നബിക്ക് കൊടുത്ത് തൗറാത്ത് മാത്രമല്ല, മുഹമ്മദ് നബിക്കും അല്ലാഹു തആല ഉത്ബോധനമാകുന്ന ഖുർആൻ അവതരിപ്പിച്ചു. ആ ഖുർആൻ പ്രകാരം ജീവിക്കുക, അത് വിശ്വസിക്കുക, അത് അമൽ ചെയ്യുക എന്നത് പ്രാധാന്യമുള്ള കാര്യമാണ്. അതിൽ നിന്ന് ആര് അവഗണിച്ച് തിരിഞ്ഞു പോകുന്നുവോ അവർക്ക് അത് എന്നേക്കുമുള്ള നഷ്ടമായി മാറും എന്നർത്ഥം. ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. എല്ലാവർക്കും എന്തുകൊണ്ട് സ്വീകരിക്കണം? ഇതിപ്പോൾ ഖുർആൻ എല്ലാ മനുഷ്യരും സ്വീകരിക്കുന്ന നിർബന്ധം പറഞ്ഞല്ലോ. എന്തുകൊണ്ട്? ഇതാണ് എല്ലാവർക്കും രക്ഷയ്ക്കുള്ള ഏക മാർഗം. അല്ലാഹു തആല പറയുന്നുണ്ട്, മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹക്കീമിൻ ഹമീദ്. മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരു ബാത്തിലും ബാധിക്കാത്തതാണ് വിശുദ്ധ ഖുർആൻ. ഇത് ഹക്കീമായ ഹമീദായ റബ്ബിൽ നിന്നുള്ള ഉത്ബോധനമാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇത് അല്ലദീ ലം യുഅത നബിയ്യുൻ മിനൽ അംബിയാഇ മുൻദു ബുഇസു ഇലാ അൻ ഖുതിമു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒന്നാമത്തെ റസൂൽ മുതൽ മുഹമ്മദ് നബി തങ്ങൾ വരെയുള്ള ഒരൊറ്റ റസൂലും നൽകിയിട്ടില്ലാത്തത്ര വലിയ ഉത്ബോധനമാണ് വിശുദ്ധ ഖുർആൻ. എല്ലാ അമ്പിയാക്കന്മാർക്കും കിതാബുണ്ട്, എന്നാൽ ആ കിതാബിലേക്കുള്ളതിനേക്കാൾ ഏറെ അങ്ങേയറ്റം വിശാലമായ ആശയം ഉൾക്കൊള്ളാണിത്. കിതാബൻ മിസ്ലഹു വലാ അക്മല മിൻഹു. ഇതുപോലുള്ള ഗ്രന്ഥം, ഇതിനേക്കാൾ പരിപൂർണമായ ഗ്രന്ഥം ഒരു നബിക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല. കാരണം ആ നബിമാരുടെ കിതാബൊക്കെ ആ കാലത്തേക്ക് മാത്രം, ആ സമൂഹത്തിലേക്ക് മാത്രമായിരുന്നു. ഇതാവട്ടെ ഖിയാമത്ത് വരെയുള്ള ലോകത്തേക്ക് മുഴുവനുമാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആശയങ്ങൾ ഇതിലുണ്ടാകും. മാത്രവുമല്ല വലാ അജ്മഅ ലിഖബരി മാ സബഖ വഖബരി മാ ഹുവ കായിൻ. മുൻകാല ചരിത്രങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും ഇതുപോലെ ഒന്നിച്ചു പറഞ്ഞ ഒരു വേദഗ്രന്ഥം വേറെ ഇല്ല. കഴിഞ്ഞകാല അമ്പിയാക്കന്മാരുടെ കിതാബിലൊക്കെ ചരിത്രങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മുൻകഴിഞ്ഞ എല്ലാ അമ്പിയാക്കളുടെയും ചരിത്രം ഇങ്ങനെ കൃത്യമായി പറഞ്ഞ
വരാൻ പോകുന്ന കാര്യങ്ങളെ ഇതുപോലെ പറഞ്ഞ വഹുക്മൽ ഫസ്ലി ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ കൃത്യമായി ശരിയും തെറ്റും വേർതിരിക്കാവുന്ന രൂപത്തിലുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു കിതാബും അല്ലാഹു തആല ഇതിനു മുമ്പ് ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് മൻ അഅറള അൻഹു, ഇതിൽ നിന്നൊരാൾ തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അവൻ നഷ്ടമാണ് എന്ന് പറഞ്ഞത്. ഒരു കേവലമായ പക്ഷപാതിത്വമല്ല. ഒരു കിതാബ് മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ട് ഇതെല്ലാവരും സ്വീകരിച്ചോളാം എന്ന് വെറുതെ ഇതിനുവേണ്ടി പറയല്ല. ഇത് എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാവുന്ന സമാനതകളില്ലാത്ത ഗ്രന്ഥമാണ്. ഇതൊരാൾ സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവന് ശരിയായ വഴിയിലേക്കെത്തും. എന്നാൽ ഇത് തിരിഞ്ഞു കളയുന്നുവെങ്കിലോ, ഇബ്നു കസീർ പറയുന്നു, ഇതൊരാൾ തിരിഞ്ഞു കളയോ ഇതിനെ കളവാക്കുകയും ഇത് പിൻപറ്റാതെ ഇതിൽ നിന്ന് തിരിഞ്ഞ് അവഗണിച്ച് പോവുകയും ചെയ്യുന്നുവെങ്കിൽ ഇതല്ലാത്ത ഒന്നിൽ അയാൾ ഹിദായത്ത് തേടുന്നുവെങ്കിൽ, ഖുർആൻ കൈയൊഴിഞ്ഞിട്ട് ഖുർആൻ്റെ വഴിയല്ലാത്ത മറ്റൊരു വഴി, ആ വഴി സ്വീകരിക്കാനാണ് ഒരാൾ ശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഫഇന്നല്ലാഹ യുദില്ലുഹു വയഹ്ദീഹി ഇലാ സവാഇൽ ജഹീം, അയാൾ വഴികേടിനാണ് അത് കാരണമായി മാറുക. ഖുർആൻ കൈയൊഴിഞ്ഞ് മറ്റെവിടെയെങ്കിലും പോയി അവിടുന്ന് വല്ല മാർഗദർശനം കിട്ടുമോ, മറ്റെവിടെയെങ്കിലും ഒരു ശരിയായ റൂട്ട് കിട്ടുമോ എന്നൊരാൾ അന്വേഷിച്ചു പോകുന്നുവെങ്കിൽ അവന് വഴിയല്ല കിട്ടുക, വഴികേടാണ് അവനുണ്ടാവുക. നാളെ പരലോകത്താവട്ടെ നരകാഗ്നിയിലേക്ക് അവൻ എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ, അന്തനാളിൽ അവന് വിസ്ർ പാപഭാരം വഹിക്കേണ്ടി വരും. സൂറത്ത് ഹൂദിൽ സമാനമായി അല്ലാഹു പറഞ്ഞു, വമൻ യക്ഫുർ ബിഹി മിനൽ അഹ്സാബി ഫന്നാറു മൗഇദുഹു, ഏതെങ്കിലും സംഘങ്ങൾ ഇതിനെ നിഷേധിക്കുന്നുവെങ്കിൽ ഫന്നാറു മൗഇദുഹു, അവൻ്റെ വാഗ്ദത്ത സ്ഥലം നരകമാകുന്നു എന്നാണ്. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, വഹാദ ആമുൻ ഫീ കുല്ലി മൻ ബലഗഹുൽ ഖുർആൻ മിൻ അറബി വൽ അജമി അഹ്ലിൽ കിതാബി വഗൈറുഹും, ഇത് എല്ലാവർക്കും ആമാണ്. അറബികളാവട്ടെ അല്ലാത്തവരാകട്ടെ, വേദക്കാരാവട്ടെ അല്ലാത്തവരാകട്ടെ, എല്ലാ മനുഷ്യർക്കും ഇത് പൊതുവായി ബാധകമായതാണ്. ഇത് ഫകുല്ലു മൻ ബലഗഹുൽ ഖുർആൻ ഫഹുവ നദീറുൻ ലഹു വദാഇൻ, വിശുദ്ധ ഖുർആൻ ആരിലേക്കെല്ലാം എത്തിയോ അവർക്കെല്ലാം ഇത് താക്കീതാണ്. അവരെല്ലാം നേരിൻ്റെ വഴിയിലേക്ക് വിളിക്കുന്ന ഒരു ദാഇയാണ് വിശുദ്ധ ഖുർആൻ. ഇത് വമൻ ഖാലഫഹു വഅറള അൻഹു ളല്ല വശഖിയ ഫിദ്ദുനിയ, ഇതിനെതിരായി പ്രവർത്തിക്കുകയും ഇത് കൈയൊഴിയുകയും ചെയ്യുന്നവൻ ദുനിയാവിൽ തന്നെ വഴിപിഴച്ചവനായി ദൗർഭാഗ്യവാനായി മാറും. വന്നാറു മൗഇദുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നരകമാണ് അവൻ്റെ വാഗ്ദത്ത സ്ഥലം. അതാണ് യൗമൽ ഖിയാമത്തി ഹിംല, അവനവിടെ ഭാരം വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞത്. ആ ഭാരം വഹിക്കുന്നു എന്ന് മാത്രമല്ല, അത് വളരെ മോശമായ ഭാരമാണ്. അതിൽ ശാശ്വതനാണ് അവൻ, ശിക്ഷയില്ലാത്ത വിധം എന്നേക്കുമായി നരകാഗ്നിയിൽ ആ ശിക്ഷക്കർഹനായി കഴിഞ്ഞുകൂടേണ്ടി വരും എന്ന് അല്ലാഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വല്ലാഹു അഅലം. മൊത്തമർത്ഥം ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, മറ്റൊരു ആരാധ്യനുമില്ലാത്ത സാക്ഷാൽ ആരാധ്യനായ അല്ലാഹു തആല അവൻ മാത്രമാണ് നിങ്ങളുടെ ഇലാഹ്. വസിഅ കുല്ല ശൈഇൻ ഇൽമാ, എല്ലാത്തിനെയും അറിവിനാൽ അവൻ വിശാലമായിരിക്കുന്നു. കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ്, ഇപ്രകാരം കഴിഞ്ഞുപോയവരുടെ വർത്തമാനങ്ങളെ നിനക്ക് വിവരിച്ചു തരുന്നു. വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റ, തീർച്ചയായും താങ്കൾക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള ഉത്ബോധനം വന്നിട്ടുമുണ്ട്. മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ, അതിൽ നിന്ന് ആരാണോ അവഗണിക്കുന്നത് അവന് നാളെ പരലോകത്ത് പാപഭാരം വഹിക്കും. ഖാലിദീന ഫീഹി, അതിൽ അവൻ നിത്യവാസിയായിരിക്കും. വസാഅ ലഹും യൗമൽ ഖിയാമത്തി ഹിംല, അന്ത്യനാളിൽ എത്ര മോശമായ ഭാരമാണ് അവനാ വഹിക്കേണ്ടി വരുന്നത്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വസിഅ കുല്ല ശൈഇൻ ഇൽമാ كذلك نقص عليك من أنباء ما قد سبق
وقد آتيناك من لدنا ذكرا من أعرض عنه فإنه يحمل يوم القيامة وزرا خالدين فيه وساء لهم يوم القيامة حملا. سبحانك اللهم